അത് കണ്ടിട്ടാ പലതിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചതും സ്വീകരിച്ചതും. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ പുറമേ കണ്ടതൊന്നും സത്യമല്ല, കപടമായിരുന്നെന്ന് നമുക്ക് ബോധ്യം വന്നു. അപ്പോഴേക്കും നമ്മുടെ ജീവിതം എവിടേക്കോ പരാജയത്തിലേക്ക് പോകത്തക്ക നിലവാരത്തിലെത്തി. കണ്ണുനീരും വേദനയും മാത്രമുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തി. തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നല്ല ചിരി, നല്ല വർത്താനം, എല്ലാം കൊണ്ടും സൗന്ദര്യമുള്ളതായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ സൗന്ദര്യങ്ങളൊക്കെ മങ്ങി, കപടത പൊങ്ങി വരാൻ ഇടയായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയത്തിലേക്ക് വീണു പോകാനുള്ള ഒരൊറ്റ കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് ദൈവഹിത പ്രകാരമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ ചിന്താഗതികൾ കൊണ്ട് തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നതുകൊണ്ടാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയാണ് പരാജയം വന്നതെങ്കിൽ ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പോലും ദൈവഹിത പ്രകാരമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ദൈവഹിത പ്രകാരമുള്ളത് മാത്രം ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളിലേക്ക് മാത്രം സ്റ്റെപ്പുകൾ വയ്ക്കുക. വിജയകരമായി ജീവിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.